نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, പരമദയാലുവായ പടച്ച തമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ വികില മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല പുസ്തകങ്ങളായി മുഅ്മിനുകളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെടാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ റമദാൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് നമ്മൾ നോമ്പ് നോക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലം നമുക്കൊക്കെ അറിയാവുന്നതാണ്. എല്ലാവിധ ജാഹിലിയത്തുകളും തളച്ചു വളർന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ജാഹിലിയത്ത്. വിശ്വാസ രംഗത്താണെങ്കിലും സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലൊക്കെ വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലഘട്ടം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അറബികളെ സംബന്ധിച്ചിടത്തോളം മദ്യവും മദിരാക്ഷിയും അക്രമവും അരാജകത്വവും അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അതില്ലാതെ അവർക്ക് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടമായിരുന്നു. അവരുടെ ചരിത്രം നമുക്ക് വിശദീകരിച്ചിരുന്നു. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാടും ഏറെക്കുറെ ആ ജാഹിലിയത്തിന്റെ ചില പകർപ്പുകളും നമ്മുടെ നാടുകളിലും കണ്ടുവരുന്നോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് മാതാപിതാക്കളെ കൊല്ലുന്ന ഒരു കാലഘട്ടമാണ്. പത്രമാധ്യമങ്ങൾ ഓരോ പ്രഭാതത്തിലും നമ്മെ വേദനിപ്പിക്കുന്ന വളരെ
ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യയും കാമുകനും കൂടി ഭർത്താവിനെ കൊല്ലുന്നു. അതുപോലെ തന്നെ സ്വന്തം കലാലയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന യുവാക്കൾ സതീർത്ഥ്യരായ തന്റെ സഹപാഠികളായ ആളുകളെ വളരെ ക്രൂരമായ രൂപത്തിൽ റാഗിംഗ് എന്ന പേരിൽ പീഡിപ്പിക്കുകയും അതിലൊരു സുഖം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എത്രമാത്രം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയേണ്ടവരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മാരകായികമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന നെഞ്ചക്ക് കൊണ്ട് തന്റെ സഹപാഠിയെ തലക്കടിച്ച് കൊല്ലുന്ന വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ എല്ലാവരും അങ്ങനെയാണ് എന്നോ ബഹുഭൂരിഭാഗം സഹോദരന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇങ്ങനെയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. വളരെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും വളരെ തുച്ഛമായ വിദ്യാർത്ഥിനികളിൽ നിന്ന് ഒരുതരം അക്രമ സ്വഭാവങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇതിന് പല കാരണങ്ങൾ ഉണ്ടാകും. ഇപ്പോ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സിനിമകള് അതില് അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചില ഗെയിമുകൾ ആധുനികമായ മനഃശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അവർ വിശദീകരിക്കുക. ഈ ഗെയിമുകളിലുള്ളത് വളരെ അക്രമ സ്വഭാവത്തെ പ്രേരിപ്പിക്കുന്ന സംഗതികളാണ്. അത് വെടിവെക്കുവാനും തന്റെ പ്രതിയോഗിയെ കുത്തിമലർത്തുവാനും ഇങ്ങനെ ഒരു അക്രമ വാസന കുട്ടികളിൽ വളർത്തിയെടുക്കുവാനും ഈ ഗെയിമുകൾ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മൊബൈലുകൾ നിങ്ങൾ നോക്കൂ. ഇന്ന് നമ്മൾ പത്രത്തിൽ കാണുന്ന ഒരു വാർത്ത എന്താ? മലപ്പുറം ജില്ലയിലെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 പെൺകുട്ടികൾ മുംബൈയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. നമ്മൾ ഓരോ ദിവസവും അത്ഭുതപ്പെടുകയാണ്. എന്താണ് അവരുടെ സുഹൃത്ത് ഇൻസ്റ്റയിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള 2 മുസ്ലിം പെൺകുട്ടികൾ മുംബൈയിൽ എത്തിയിരിക്കുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മള് ഈ പോക്ക് വളരെയധികം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. രക്ഷിതാക്കൾ എന്ന നിലയിലും എന്റെ പ്രിയപ്പെട്ട കുട്ടികളും വിദ്യാർത്ഥിനികളും വളരെ ബോധപൂർവം ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചു, സിനിമകള്, ഗെയിമുകള്, സോഷ്യൽ മീഡിയകൾ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലുകൾ, അതിന്റെ ചാറ്റിങ്ങുകൾ, ഇതൊക്കെ വലിയ അപകടകരമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറങ്ങുന്ന ചില പാട്ടുകൾ പോലും കുട്ടികളെ പ്രലോഭനങ്ങൾ ഉണ്ടാക്കുവാനും അവരുടെ മാനസികമായ അവസ്ഥകൾ എന്താണ് എന്ന് വിശദീകരിക്കുന്നതുമാണ്. അങ്ങനെയാണ് പറയുന്നത്. ഒരു പാട്ട് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉന്നം മറഞ്ഞൊരു പോക്ക് ഉപദേശമോ മതിയാക്ക്, കട്ട ചോര കൊണ്ടടിക്കും സോഡാ സർബത്ത്. ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. കട്ട ചോര കൊണ്ടടിക്കും സോഡാ സർബത്ത്. ഇതാണ് ഇന്നത്തെ ന്യൂജൻ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. എവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. ഈ സോഷ്യൽ മീഡിയകളിലും നമ്മുടെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സനാതന മൂല്യങ്ങൾ ലഭിക്കേണ്ടുന്നതായ എല്ലാ രംഗവും അവിടെ നിന്ന് വിട പറയുകയും അതിന് പകരമായി വിദ്യാർത്ഥികളിലും കുട്ടികളിലും വളരെ പ്രകോപനങ്ങളും അതുപോലെ തന്നെ ഒരു ഹിംസാത്മകമായ സ്വഭാവം ഉണ്ടാക്കി തീർക്കുന്നതായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അക്രമങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജാഹിലിയ കാലഘട്ടങ്ങളിൽ മദ്യമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം.
ഇന്ന് മദ്യം പോയി. ഇന്നിപ്പോ മദ്യം അത്രയും വിഷയമില്ല കാര്യമല്ല. കഞ്ചാവ് പോയി. ഇന്നിപ്പോ അതിന് പകരമായി MDMA ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് ബാംഗ്ലൂരും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ ആയിരിക്കും ഈ MDMA പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എന്നാണ്. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ഓരോ ചെറിയ കുഗ്രാമങ്ങളിൽ പോലും MDMA എന്ന് പറയുന്ന മാരകമായ ഈ മയക്കുമരുന്നിന്റെ, വലിയ വില കൊടുക്കേണ്ടുന്ന ഈ മയക്കുമരുന്നിന്റെ വാഹകരായിക്കൊണ്ടും അതിന്റെ ഉപയോഗിക്കുന്ന ആളുകളായിക്കൊണ്ടും ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് MDMA ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ സൗകര്യമുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. ഒന്ന്, മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വായവാസനയും അവന്റെ വിയർപ്പ് വാസനയും. അതുപോലെ കഞ്ചാവാണെങ്കിൽ അവന്റെ കണ്ണുകൾ ചുമന്നു തുടുക്കും. പക്ഷേ MDMA ഉപയോഗിക്കുകയാണെങ്കിൽ, ആ ക്രിസ്റ്റൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവന് വാസനയില്ല, അവന്റെ കണ്ണിന് നിറമാറ്റമില്ല, ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഗവൺമെന്റ് പരാജയപ്പെടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുട്ടികൾ ഏതേത് കുറ്റകൃത്യങ്ങളിലാണെങ്കിലും, ഇപ്പൊ തിരുവനന്തപുരത്ത് നടന്ന കുറ്റകൃത്യമാണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ ഈ മാരകമായ ഇതുപോലുള്ള MDMA പോലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളായി. നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടുന്ന, എല്ലാവരും ഒരുമിച്ച്, ഞാൻ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ലത്. എല്ലാ സമുദായത്തിലെയും ചെറുപ്പക്കാരെയും ഇതിന്റെ അഡിക്റ്റായിക്കൊണ്ട് മാറുകയാണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് നമ്മളെയൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ മുതൽ സാധാരണഗതിയിലുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ വരെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. ഇന്നലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, ആളുകൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന, മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഇതിന്റെ വാഹകനായി പിടിക്കപ്പെടുകയാണ്. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ ഉത്തരവാദിത്വം വലിയതാണ്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ പഴയതുപോലെ നമ്മൾ കിടന്നുറങ്ങുകയോ, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയോ, നമ്മുടെ മക്കളെ നമ്മൾ ഗൗനിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും ഇതിന്റെ കെണിയിൽപ്പെടും എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് വലിയൊരു ശൃംഖലയാണ് ഈ MDMA-യുടേതുള്ളത്. ഒരു പോലീസ് അന്വേഷിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ വാഹന്മാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സൂചനകൾ കിട്ടും, എവിടെയാണ് ഒളിപ്പിക്കേണ്ടത് എന്ന് അവർക്കറിയാം. ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ, നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ എന്താണ് ഇതിന് പരിഹാരം? നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഇതിന് പരിഹാരമുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, എല്ലാവരും ഇതിന്റെ അഡിക്റ്റുകളല്ല. പക്ഷേ ഈ MDMA പോലുള്ള മാരകമായ വിഷപദാർത്ഥങ്ങൾക്ക് അഡിക്റ്റായ ഒരു മനുഷ്യൻ, അതിന് അഡിക്റ്റായിരിക്കുന്ന ആളുകൾ പറയുന്നത് ആദ്യം ഇതിർക്ക് വലിയൊരു ആവേശമായിരിക്കും പറഞ്ഞത്. വലിയൊരു ധൈര്യം കിട്ടുന്ന, അത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തിനും ഒരു ധൈര്യം കിട്ടുന്നതാണ്. കുറച്ചു കഴിഞ്ഞാലോ അത് ഉപയോഗിച്ചു, കുറച്ചു കഴിഞ്ഞാൽ കിട്ടാഞ്ഞാൽ പിന്നീട് അവര് ആകെ വൈലന്റ് ആവും. അവർക്ക് മാതാവ് ആരാണ്, പിതാവ് ആരാണ്, അല്ലെങ്കിൽ അവൻ പെങ്ങളാരാണ്, ഭാര്യ ആരാണ് എന്നൊന്നും അവന്റെ കണ്ണിൽ കാണുകയേയില്ല. അത്രയും മാരകമായ ലഹരിയാണ് അവന്റെ തലച്ചോറിനെ ബാധിക്കുന്നത്. അവനത് ലഭിക്കാതെ വന്നാൽ വീട്ടിലുള്ള സർവ്വതും അവൻ നശിപ്പിക്കും. നിങ്ങൾ പഠനം നടത്തി നോക്കുക, എല്ലാം നശിപ്പിക്കും. ആ നശിപ്പിക്കുന്നതിൽ അവന് പരിക്ക് പറ്റിയാൽ പോലും അവർ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ നമ്മൾ കണ്ടില്ലേ. അത്രയും മാരകമായ ലഹരിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ പവർ കൂടിയതായിരിക്കും നാളെ ഉപയോഗിക്കേണ്ടി വരിക. അത് കിട്ടുന്നില്ല എങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് സാമ്പത്തികമായ സ്രോതസ്സുകൾ അവരുണ്ടാകും. പെൺകുട്ടികൾ അത് ലഭിക്കാൻ വേണ്ടി മാനം വരെ വിൽക്കേണ്ടി വന്നാൽ അവർ അതിന് തയ്യാറാകും. കാരണം അതില്ലാഞ്ഞാൽ അവർ ഭയങ്കര വിഷമമാണ്, അവർ വൈലന്റ് ആവുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല, ഇത് എനിക്ക് ബാധകമല്ല, എന്റെ കുട്ടികൾ അങ്ങനെ അതിൽ നിന്നും സുരക്ഷിതനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കേണ്ടുന്ന കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ എന്ന നിലയിൽ മഹാനായ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും, അതുപോലെ തന്നെ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അക്രമവും അരാജകത്വവും, നിങ്ങൾ നോക്കൂ, നിങ്ങൾ കുട്ടികളിൽ നിന്ന് അക്രമ സ്വഭാവം കൂടിക്കൊണ്ടിരിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തമ്മിൽ പരസ്പരം തല്ലുന്നു, ആക്രമിക്കുന്നു, അവർ വൈലന്റ് ആവുകയാണ്. അവർക്ക് ആരെയും പേടിയില്ല.
അധ്യാപകന് പേടിയില്ല. അധ്യാപകനെ പേടിക്കാനുള്ള ആവശ്യമില്ല എന്നതാണ്. 15 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ, അതിന്റെ താഴെയുള്ള ആളുകൾ, അവർക്ക് ഗവൺമെന്റിന്റെ പ്രത്യേക പരിരക്ഷയുണ്ട്. അവർ ജോലി നിയമമാണ്. കുട്ടികളുടെ പരിരക്ഷ നൽകിക്കൊണ്ട് ഇത്തരം കുട്ടികൾക്ക് സംരക്ഷിക്കപ്പെടുകയാണ്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിന്റെ ചില എന്താണ് പറയാ ദുഃഖകരമായ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ നടക്കുന്നില്ല. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത്തരം സമൂഹത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്. മരിച്ചാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ കുഴിച്ചിടണമെന്ന് വസിയത്ത് ചെയ്തിരുന്ന ജാഹിലിയ കാലഘട്ടങ്ങളിലെ മനുഷ്യന്മാർ മരിച്ചാൽ പോലും മുന്തിരിയുടെ ചാറ് എന്റെ എല്ലുകളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരും മദ്യത്തിന് അതിന് മാത്രം അഡിക്റ്റായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ മാറ്റിയതെന്താ? ഈ വിശുദ്ധ ഖുർആൻ ഓതിക്കെട്ടിച്ച വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക, ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് നല്ലത്, ഏതാണ് തീയത് എന്ന് കൃത്യമായി വകതിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ അവരെ മാറ്റിയത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമയിലെ 2-ാമത്തെ വചനമാണ് ഞാൻ ഓതിക്കൊടുപ്പിച്ചത്. അവരിലുള്ള ഒരു പ്രവാചകനെ ഉമ്മിയായ സമൂഹത്തിലേക്ക് അല്ലാഹു തആല പ്രവാചകനായി അയച്ചു. യത്ലു അലൈഹിം ആയാതി, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കിയും വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംസ്കരിച്ചു, അവരെ പരിശുദ്ധരാക്കി. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തത്വജ്ഞാനവും അവരെ പഠിപ്പിച്ചു. വഇൻകാനു മിൻ ഖബ്ലി ലഫീ ദലാലിൻ മുബീൻ, അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആദ്യമായി സമൂഹത്തെ പഠിപ്പിച്ചത് ചെറുപ്പക്കാരെയും വലിയ ആളുകളെയും വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇത് നമ്മൾ ജീവിക്കുന്ന ലോകം, ഈ ഭൗതികമായ ലോകം, ഈ ലോകമല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലോകം. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മരണപ്പെട്ടു പോകും. മരണപ്പെട്ടതിന് ശേഷം ഇതാ ശാശ്വതമായ ഒരു ജീവിതമുണ്ട്. കളിയും വിനോദത്തിനും വേണ്ടി മാത്രമുള്ളതല്ല ഈ ലോകം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ദുനിയാവ് കളിയും വിനോദവും മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ജീവിതം, എന്റെ ചെറുപ്പക്കാരികളെ നിങ്ങൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിലുള്ള ജീവിതം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. പരലോകമാകുന്നു. നമ്മൾ ഇവിടുന്ന് ജീവിച്ച് മരണപ്പെട്ടു പോകും. അവിടെയാണ് ശാശ്വതമായിട്ടുള്ള ജീവിതമുള്ളത്. ഇവിടെ നല്ലവനായിക്കൊണ്ട് ജീവിച്ചാൽ അവിടെ നമുക്ക് സ്വർഗമുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ സുവിശേഷമാണ്. അതുപോലെ തന്നെ ഇവിടെ മോശക്കാരനായിക്കൊണ്ട് ജീവിച്ചാൽ ശാശ്വതമായ നരകമുണ്ട് എന്നുള്ള ഖുർആനിന്റെ പ്രഖ്യാപനമാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മനുഷ്യന്മാർ ആലോചിക്കുകയാണെങ്കിൽ പരലോക ജീവിതമാകുന്നു അവർക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലത് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഒന്ന്, നമ്മൾ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. ഇന്നിപ്പോ മക്കളാണ് പ്രശ്നം. ഞാൻ സൂചിപ്പിച്ചു, എല്ലാ മക്കളുമല്ല, വളരെ അപൂർവങ്ങളായിട്ടുള്ള മക്കളാണ്. തിന്മയിലേക്ക് മനുഷ്യനെ, കുട്ടികളെ കൊണ്ടുപോകാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ 24 മണിക്കൂറും നമ്മളുടെ ഒരു കണ്ണ് നമ്മുടെ മക്കളിൽ വേണം. അത് ആൺകുട്ടിയാണെങ്കിലും വേണം, പെൺകുട്ടിയാണെങ്കിലും വേണം. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആദ്യമായി മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അത് കുട്ടികളാണെങ്കിലും കുറച്ച് വലുതായി കഴിഞ്ഞാലും നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകും. ഈ ചേർത്ത് പിടിക്കൽ ഇല്ലാതെ പോകുമ്പോഴാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. ഒരു കാര്യം നമുക്ക് തോന്നാണ്, ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ലുക്മാനിൽ പറയുന്നുണ്ടല്ലോ, ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശങ്ങളിലൊക്കെ നോക്കി നിങ്ങൾ കുട്ടികളോട് എങ്ങനെ സംസാരിക്കേണ്ടത്, അതായത് ബാപ്പാരും മനസ്സിലാക്കണം. ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംബോധന മുഴുവനും യാ ബുനയ്യ, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, കുഞ്ഞുമോളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംബോധനയാണ്. ഇത് നമ്മുടെ മാതാവും പിതാവും ശരിക്കും ശ്രദ്ധിക്കണം.
അവരോട് നമ്മൾ അടുക്കണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു മാതാവിന്റെയും പിതാവിന്റെയും നിലവാരമല്ല ഇന്ന് നമ്മുടെ കുട്ടികൾക്ക്, ന്യൂജൻ കുട്ടികൾക്കുള്ളത്. അവര് നമ്മളെക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവരാണ്. നമ്മളെ തോറ്റു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. നമ്മളെക്കാൾ ഒരുപാട് സാങ്കേതിക വിദ്യകൾ പഠിച്ച കുട്ടികളാണ് നമ്മുടെ മക്കൾ. നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ കുറെ പിന്നോക്കമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് അപ്ഡേഷൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികളുടെ നിലവാരത്തിലേക്ക് നമ്മൾ എത്തണം. അതിന് നമ്മൾ അവരെ സ്നേഹം കൊണ്ട് കൂട്ടുപിടിക്കണം. മഹാനായ ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയായിരുന്നു. കുഞ്ഞുമോനെ, ഈ നമസ്കാരം നിലനിർത്തണം. നല്ല കാര്യങ്ങൾ നീ കൽപ്പിക്കണം. നീ നീചമായ കാര്യങ്ങളിൽ നിന്നും ഒഴിവാകണം. നിനക്ക് ബാധിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ക്ഷമിക്കേണ്ടതുണ്ട്. ഇത് നോക്കൂ, നിങ്ങൾ കുട്ടികളുടെ മാത്രമല്ല, നമ്മൾ വിചാരിച്ച സംഗതി കിട്ടാതെ പോകുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യാണ്. കുട്ടികൾ മാത്രമല്ല, നോക്കൂ, നിങ്ങൾ കേരളത്തിലെ അതിപ്രശസ്തനായ, കേരളത്തിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറായിരുന്നു എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. കോടീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു കാര്യം ജീവൻ എടുക്കുകയാണ്. എന്താ? ഇത് മുസ്ലിങ്ങളായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചിലപ്പോ പരീക്ഷയിൽ തോറ്റെന്ന് വരും, ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ കിട്ടിയില്ലാന്ന് വരും, ഉദ്ദേശിക്കുന്ന ആൺകുട്ടിയെ കിട്ടിയില്ലാന്ന് വരും. നീ ഉദ്ദേശിക്കുന്ന എല്ലാം നിനക്ക് വാങ്ങിത്തരാൻ നിന്റെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല എന്ന് വരും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക്, ഫസ്ബിർ അലാ മാ അസാബക, നിനക്ക് കിട്ടാത്തതിൽ നീ ക്ഷമിക്കേണ്ടതുണ്ട് മോനെ. അള്ളാഹു നിനക്കത് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന അധ്യാപനം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സാമ്പത്തിക അവസ്ഥ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ പറയുന്നത്, തീർച്ചയായും അത് വ്യക്തമായ തീരുമാനങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഈ ഒരു ബോധ്യം നമ്മുടെ മക്കളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പറയണം. ചേർത്ത് പിടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടിൽ കൂടുതൽ മക്കളുള്ള ആളുകളാണെങ്കിൽ ആ മക്കൾക്കിടയിൽ ഒരിക്കലും തന്നെ നമ്മൾ വ്യത്യാസം കാണിക്കാൻ പാടില്ല. ഒരിക്കലും വ്യത്യാസം കാണിക്കാൻ പാടില്ല. ചിലപ്പോൾ നിറത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ പഠനത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും, മറ്റു കാര്യങ്ങൾ. പക്ഷെ ഒരു ഉമ്മ ഉപ്പ എന്ന നിലയിൽ നമ്മുടെ മക്കളെയൊക്കെ ഒരേ രൂപത്തിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് എന്നും ഒരു മാനത്തനെ കൊണ്ടുപോകുക, അത് ശരിയല്ല. അതൊക്കെ ആ കുട്ടികളിൽ ഒരുപാട് മാതാപിതാക്കൾക്കെതിരെയുള്ള ഒരു സ്വഭാവം അവരിലൂടെ മൂലമാകും. പലപ്പോഴും ഉമ്മാരെയും ഉപ്പാരെയും കൊല്ലുന്ന മക്കളോട് പോലീസുകാർ ചോദിക്കും, എന്താ നിനക്ക് പ്രചോദനം ചോദിച്ചാൽ എന്താ? ആ ഉപ്പ എന്തെങ്കിലും ഈ കുട്ടിയെ മർദ്ദിക്കുകയോ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അവനെ അവഹേളിക്കുകയോ ചെയ്തിട്ടുണ്ട്, ചിലപ്പം പ്രതികാരമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, നമ്മളെ മക്കൾക്കിടയിൽ ഒരു കാര്യത്തിലും നമ്മൾ വിവേചനം കാണിക്കാൻ പാടില്ല. എല്ലാവരോടും ഒരേ രൂപത്തിൽ നമ്മൾ പെരുമാറാൻ പാടും. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. വളരെ മറ്റൊരു കാര്യം, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് റോൾ മോഡലായിക്കൊണ്ട് ജീവിക്കണം. ഇത് ചെയ്താൽ മതി. വേറെ ഒരു ഉപദേശം നിങ്ങൾ കൊടുക്കണ്ട, ഒന്നും നിങ്ങൾ പറയണ്ട. റോൾ മോഡലായി റോൾ മോഡലായിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ ആ മക്കൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. ബാപ്പയും ഉമ്മയും എന്നും സ്നേഹത്തിലും വളരെ നല്ല ഒരു പെരുമാറ്റത്തിലും ഇടപെടലും അവരുടെ സംസാരവും അവരുടെ ഇടപെടലും ഒക്കെ നല്ലതാണെങ്കിൽ ഈ കുട്ടിയോട് വേറെ ഉപദേശം പറയേണ്ടില്ല. ആ കുട്ടി മനസ്സിലാക്കാൻ എന്തൊരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണ്. അപ്പൊ ഉപ്പയും ഉമ്മയുമായിരിക്കുന്ന റോൾ മോഡൽ. ഈ റോൾ മോഡൽ നമ്മളായി കഴിഞ്ഞാൽ നമ്മളെ മക്കൾ ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെ വരും. അതിന് നമുക്ക് ബാപ്പാർക്കും ഉമ്മാർക്കും കുറച്ച് പ്രയാസം ഉണ്ടാവും, നമ്മളെ മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമല്ല, ആദ്യം നമ്മൾ നന്നാകണം. പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ ടാപ്പിലെ വെള്ളം കലങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ടാങ്കിലെ വെള്ളം കലങ്ങിയിട്ടുണ്ടാവുന്ന. അപ്പൊ നമ്മള് ടാപ്പിലെ വെള്ളത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അവിടെ ടാങ്കിലെ വെള്ളം നമ്മൾ ശുദ്ധാക്കണം. നമ്മുടെ ടാങ്ക് എന്ന് പറഞ്ഞത് മാതാവും പിതാവുമാണ്. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവും നമ്മുടെ വിശ്വസ്തതയും നമ്മുടെ ദീനിയായിട്ടുള്ള ചിട്ടയും നമുക്കുണ്ടോ? നാം മക്കൾക്കുണ്ടാവും. ഇപ്പൊ നോക്കിക്കളി, തറാവി നമസ്കാരത്തിന്, സുബൈ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ബാപ്പയും മക്കളുമായി പള്ളിയിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ്. ആ മക്കൾ പിന്നീട് വളർന്നു വരുമ്പോ ആ മക്കളുടെ മക്കളെയും കൊണ്ടായിരിക്കും ആ മക്കൾ വരിക. ഇപ്പൊ നമ്മൾ സുഖമായിട്ട് കടന്നുറങ്ങാണ് വിചാരിച്ചോളി, പിന്നെ നമ്മളെ മക്കളും ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആരും കുറ്റപ്പെടുത്തണ്ട. നമ്മളൊരു കാര്യം നമുക്ക് തന്നെയാണ് ചൂണ്ടുന്നത്. നമ്മളെ മാതൃക കാണിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? എങ്കിൽ നമ്മുടെ മക്കൾ നന്നാവും എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക.
മറ്റൊരു കാര്യം, നമ്മുടെ മക്കൾക്ക് അമിതമായ പണം കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. അമിതമായ പണം കൊടുക്കുക. എങ്ങനെ ഈ പണം ഉണ്ടാക്കുന്നത് ഉമ്മ ഉണ്ടാക്കുന്നത് അറിയില്ല. കുട്ടികൾക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കുക. ഈ ഇഷ്ടം പോലെ പണം കൊടുക്കുക, ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ കൊടുക്കുക. ഇതൊക്കെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വാഹന അപകടം കൊണ്ടല്ല ഉദ്ദേശിച്ചത്, അല്ലാതെ തന്നെ അവസ്ഥകൾ ഉണ്ടാക്കുന്നുള്ളത് ഇന്നത്തെ പഠനങ്ങൾ തെളിയിക്കുക. അതുകൊണ്ട് മാതാവും പിതാവും വളരെ ശ്രദ്ധിച്ച് ഒരു കുട്ടിന്റെ അടുത്ത് 100 രൂപ നമ്മൾ പീടികയ്ക്ക് കൊടുത്തേക്കാണെങ്കിൽ സാധനം വാങ്ങിയിട്ട് ബാക്കി പൈസ ചോദിക്കണം, കൃത്യമായി ചോദിക്കണം. നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. എന്താണ് പണത്തിന്റെ വില എന്നുള്ളത് കുട്ടികൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കണം. ഇതൊക്കെ എന്താ പറയുക, കിട്ടാതെ വരുമ്പോൾ ഇഷ്ടം പോലെ പണം ഉണ്ടായി പിന്നെ കിട്ടാതെ വരുമ്പോൾ കിട്ടാനുള്ള മാർഗം ഈ കുട്ടികൾ അന്വേഷിക്കും. നിങ്ങൾ നോക്കി, ഇപ്പൊ ഈ അടുത്ത ദിവസം ഒരു കുറ്റവാളിയെ പിടിച്ചു വീട്ടിൽ നിന്ന്. സ്വന്തം മക്കളെ പിടിച്ചപ്പോൾ എന്താണ്, ബാപ്പാന്റെ ലോക്കറിലുള്ള പണം കുട്ടി തന്ത്രപൂർവ്വം അതിന്റെ നമ്പർ കണ്ടുപിടിച്ചിരുന്നു പറഞ്ഞത്. സ്വന്തം ബാപ്പാന്റെ പണം എടുത്തിട്ടാണ് ഈ MDMA വാങ്ങാൻ വേണ്ടി പോയിരുന്നത്. ഈ കുട്ടികള് നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കാം. മാത്രം അങ്ങനെ കുട്ടികൾക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിൽ പറയുന്നില്ലേ, വലാ തുതു സുഫഹാ അംവാലക്കും, നിങ്ങൾ വിവരമില്ലാത്ത ആളുകൾക്ക്, വിഡ്ഢികൾക്ക് നിങ്ങൾ പണം കൊടുക്കാൻ പാടില്ല. അല്ലദീ ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് പണം. അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, റുഷ്ടില്ലാത്ത, വിവേകമില്ലാത്ത ആളുകൾക്ക് കൊടുക്കാനേ പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കൃത്യമായ ബോധ്യം നമുക്ക് വേണം. ഒരു സംഖ്യ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കുടുംബ ബന്ധങ്ങൾ വലിയ സ്ഥാനം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. പലപ്പോഴും എന്താ സംഭവം പറയുന്നത്, നമ്മൾ ഒരു അണുകുടുംബമായി നമ്മൾ മാറി, മൊത്തം അണുകുടുംബമാണ്. നമുക്ക് ഈ മക്കൾക്ക് ആരോടൊരു ബന്ധമല്ല. ആര് പറഞ്ഞ, ഇപ്പൊ കുട്ടിന്റെ എളാപ്പ പറഞ്ഞാൽ കുട്ടി കേൾക്കൂല, മൂത്താപ്പ പറഞ്ഞാൽ കുട്ടി കേൾക്കൂല, അല്ലെങ്കിൽ വല്യാപ്പ പറഞ്ഞാൽ കുട്ടി കേൾക്കൂല. ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു രൂപത്തിലാണ് വളർന്നു വരുന്നത്. അപ്പം എളാപ്പനോട് ചോദിച്ചാൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞിട്ട് എന്താ അറിയാം, ഓന്റെ വാപ്പ അവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓന്റെ ആപ്പ തന്നെ അവിടെ ഗൾഫിലുണ്ടല്ലോ. ഇന്നലെ ഒരു കുടുംബ ബന്ധങ്ങളോ അയൽപ്പക്ക ബന്ധങ്ങളോ ഇങ്ങനെ ഒരു നല്ല കൂട്ടായ്മക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ല. ഒരു കാരണവരും ഇന്ന് നമ്മുടെ നാടുകളിൽ ഇല്ലാതെ പോയി, ആരെയും പേടില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബാപ്പാരും ഉമ്മാരും നമ്മളുടെ കൂട്ടുകുടുംബങ്ങളെ നമ്മൾ ആദരിക്കുന്നത് ഒരു കാണിച്ചുണ്ട്. നമ്മൾ പറയും പോലെ തന്നെ സ്വന്തം ബാപ്പ പറയുന്നത് പോലെയാണ് എളാപ്പ പറയുന്നത്, സ്വന്തം ബാപ്പ പറയുന്നത് പോലെയാണ് മൂത്താപ്പ പറയുന്നത്, സ്വന്തം ബാപ്പ പറയുന്നതിനെ പോലെ തന്നെയാണ് എന്റെ വല്യാപ്പ പറയുന്നത് എന്ന് കുട്ടിക്ക് ബോധ്യമാക്കണം. അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവസാനിക്കാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് വലിയ ഇതിന്റെ ബാധ്യത കിട്ടോ. നമ്മൾ ശ്രദ്ധിക്കുക സഹോദരന്മാരെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ഈ ബാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ ലോകത്ത് നിങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ബാപ്പയും ഉമ്മയും സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യരും ലോകത്ത് നിങ്ങൾ സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ ബാപ്പയും ഉമ്മയേക്കാൾ ഒരു ചങ്ക് ലോകത്ത് നിങ്ങൾക്കില്ല. നമുക്കറിയോ, ഇപ്പൊ വെഞ്ഞാറൂരില് തലക്കടിച്ച് ഉമ്മ ബോധമില്ലാതെ കടന്നു, ആ 5 ആള് മരണപ്പെട്ടു. ആ ഉമ്മക്ക് ബോധം വന്നപ്പോ ആ ഉമ്മ ചോദിച്ച ചോദ്യം എന്താ അറിയോ, എന്റെ മോനെവിടെയാണ്? അപ്പൊ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോ, അല്ല, എന്നെ അടിച്ചിട്ടില്ല, ഞാൻ കട്ടിൽ നിന്ന് വീണതായിരുന്നു. ഒരു ഉമ്മാന്റെ സ്നേഹം നോക്കി. എന്റെ കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങളെ പൊന്നുപോലെ വളർത്തുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളോടുള്ള കടമകൾ നിങ്ങൾ ഒരിക്കലും തന്നെ മറക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, പടച്ച തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്, മക്കളെ, എന്റെ ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ ഇഷ്ടത്തെക്കാൾ വലുത് നിങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും താല്പര്യമായിരിക്കണം. അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണ്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കപ്പെടാൻ പാടില്ല, ആരാധിക്കരുത് എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. നിങ്ങളെ പോറ്റി വളർത്ത, നിങ്ങൾക്ക് എല്ലാം വേണ്ടി നൽകിയ, നിങ്ങൾ രോഗിയായപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച നിങ്ങളുടെ മാതാവിനും പിതാവിനോട് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. എന്റെ മക്കളോടുള്ള അള്ളാഹുവിന്റെ വചനമാണ്.
നിങ്ങളുടെ മാതാപിതാക്കൾ ഒരാളോ രണ്ടാളോ വാർദ്ധക്യം സംഭവിച്ചു, പ്രായാധിക്യമായി, ആ സമയത്ത് വലാത്ത കൊല്ലവുമാഫിൻ, നിങ്ങൾ അവരോട് നിങ്ങളുടെ വൈബ് അവർക്കുണ്ടാവുകയില്ല, നിങ്ങളുടെ ചിന്താഗതി അവർക്കുണ്ടാവുകയില്ല, നിങ്ങളുടെ കാഴ്ചപ്പാട് അവർക്കുണ്ടാവുകയില്ല. എങ്കിലും തങ്ങളെ എന്നെ പോറ്റി വളർത്തിയ തന്റെ മാതാവിനോടും പിതാവിനോടും അനിഷ്ടകരമായി എന്ന് പോലും പറയരുത് എന്ന് മക്കൾക്ക് മാതാപിതാക്കളുടെ കടമയുടെ ബാധ്യത വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരിക. മാന്യമായ ഉപ്പാരോടും സംസാരിക്കാൻ പാടുള്ളൂ. എന്റെ മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് പലതും പറയാനുണ്ടാവും ഇല്ലേ? ഇന്നത്തെ ന്യൂജൻ സംസാരത്തിന്റെ ശൈലി പോലും എങ്ങനെ അറിയോ? ഉപദേശിക്കുന്ന ആളുകളെ അവർക്ക് ഇഷ്ടമേ അല്ല. ഉപദേശിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിലും ഉപദേശിക്കുന്ന സുഹൃത്താണെങ്കിലും അവർക്ക് പറയാനുള്ളത് അവരൊക്കെ ഒരു തന്ത വഴിവാണെന്നാണ്. അത് സത്യത്തിൽ ഒരു മെമ്പർ എന്ന് പറയാൻ പറ്റുന്നില്ല. കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്റെ മക്കളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു ഉമ്മയും ഉപ്പയും നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ അരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 100% നന്മക്കാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുക. കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് താറ്റി കൊടുക്കണം. മക്കളോട് പറയാനല്ല, മക്കളോട് പറയാണ്. ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കൊരു മകനുണ്ടായി നോക്കണം. ആ സമയത്ത് നിങ്ങളുടെ മകനും മകളും നിങ്ങളോട് പെരുമാറുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക, എന്റെ വാപ്പാനോടും ഉമ്മാനോട് ഞാൻ എങ്ങനെ പെരുമാറുന്നത്. അനുഭവത്തിലൂടെ മനസ്സിലാവുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ ഉള്ളതുപോലെ മക്കൾക്ക് മാതാപിതാക്കളോട് തീർത്താൽ തീരാത്ത കടമയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. അങ്ങനെ ഈ ബന്ധം മാതാക്കളും പിതാക്കളും അതുപോലെ തന്നെ മക്കളുമായി നല്ല കൺകുളിർമ നൽകുന്ന കുടുംബജീവിതം നയിക്കാൻ, നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നൽകാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.